ഞാൻ മധു, റിട്ടയർഡ് ഇന്ത്യൻ ആർമി ഫിസിയോതെറാപ്പിസ്റ്റ്. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന പോസ്റ്റ് ഓപ്പ് റീഹാബിലിറ്റേഷനെ കുറിച്ചാണ്. ഏതൊരു സർജറിക്ക് ശേഷവും എത്രയും പെട്ടെന്ന് പേഷ്യന്റിനെ ഒരു റീഹാബിലിറ്റേഷനിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പേഷ്യന്റ് വളരെ നോർമൽ കണ്ടീഷനിലോട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മൾ ഫിസിയോതെറാപ്പിയിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു BK ആംപുട്ടേഷനോ അല്ലെങ്കിൽ AK ആംപുട്ടേഷൻ, അതായത് എന്തെങ്കിലും ആംപുട്ടേഷൻ ചെയ്ത കേസുകൾ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സർജറീസ് കേസുകളെല്ലാം, കോംപ്ലിക്കേഷൻ പോകുന്ന ഡീപ്പ് വെയിൻ ത്രോംബോസിസ് അല്ലെന്നുണ്ടെങ്കിൽ പൾമണറി എംബോളിസം പോലെയുള്ള കോംപ്ലിക്കേഷൻ കേസിൽ നിന്നൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പേഷ്യന്റിനെ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു സർജറി കോംപ്ലിക്കേഷനിൽ നിന്നും അല്ലെന്നുണ്ടെങ്കിൽ ഒരു സർജറിയുടെ ഒരു ഹാങ് ഓവറിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ ഒരു നോർമൽ ലൈഫിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോട്ടോകോൾ ആയിട്ടുള്ള കുറച്ച് എക്സസൈസും കാര്യങ്ങളും ഫിസിയോതെറാപ്പിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എക്സസൈസ് എല്ലാം തന്നെ വളരെ പേഷ്യന്റ് വളരെയധികം ഉപകരിക്കുകയും ചെയ്യും. അതായത് പേഷ്യന്റ് എങ്ങനെയാണോ നമ്മളൊരു സർജറിക്ക് നടന്ന് വന്ന് നമ്മളൊരു സർജറിയുടെ തിയേറ്ററിലോട്ട് കയറി ഒരു വലിയൊരു അനസ്തീഷ്യ കഴിഞ്ഞതിന് ശേഷം പേഷ്യന്റ് ആ ഒരു ഹാങ് ഓവറിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ഒരു സാധാരണ ലെവലിൽ നടന്നു വന്ന പേഷ്യന്റ്, അതുപോലെ തന്നെ ഒരു സർജറി നടന്നില്ല എന്നുള്ള രീതിയിൽ അത്രയും കംഫർട്ടബിൾ ആയിട്ട് തന്നെ പേഷ്യന്റ് തിരിച്ച് നടന്ന് ഒരു പോകുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ ഈ ഒരു പോസ്റ്റ് ഓപ്പ് റീഹാബിലിറ്റേഷനിലൂടെ ഫിസിയോതെറാപ്പിയുടെ റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വളരെ ഗംഭീരമായിട്ടാണ് നമുക്ക് അതിനകത്തുള്ള ഡിസൈൻ ചെയ്തിരിക്കുന്ന എക്സസൈസ് നമ്മൾ അതിനകത്ത് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെയാണ് ആ ഒരു പോസ്റ്റ് ഓപ്പ് റീഹാബിലിറ്റേഷനായിട്ടുള്ള കാര്യങ്ങളിൽ ഫിസിയോതെറാപ്പിയിൽ വരുന്ന റോൾസ്.